പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പിറവിത്തെഴുന്നാളിന് ഒരുക്കമായുള്ള 8 നോമ്പ് 2-ാം ദിവസം. ലൂക്ക 1:31 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ആത്മാവിലുള്ള ഉന്മാദവും സ്തുതിപ്പുമെന്ന് ഇന്നത്തെ സുവിശേഷത്തെ ചുരുക്കിയെഴുതാം. ദൈവത്തിൽ നിന്നും അവർണ്ണനീയമായ കരുണ ലഭിച്ച 2 വ്യക്തികൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഇരുവരുടെയും ഹൃദയങ്ങളിൽ സന്തോഷവും അധരങ്ങളിൽ സ്തുതിപ്പും നിറഞ്ഞു നിന്നു. മറിയവും എലിസബത്തുമാണ് സദ്വാർത്തയും സന്തോഷവും പങ്കുവയ്ക്കുവാൻ പരസ്പരം കണ്ടുമുട്ടിയത്. ഇരുവരുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു. അത് കവിഞ്ഞൊഴുകിയപ്പോൾ അത് സ്തുതിപ്പായി. അവർ 2 പേരുടെയും ഉള്ളിൽ അവരുടെ കവിഞ്ഞൊഴുകുന്ന സന്തോഷത്തിന് കാരണമായ 2 കൊച്ചു സാന്നിധ്യങ്ങളും ഉണ്ടായിരുന്നു. 6 മാസത്തിൻ്റെ പ്രായവ്യത്യാസമുണ്ടായിരുന്ന 2 സഹോദരങ്ങളെന്ന് പറയാം. മറിയത്തിൻ്റെ ചാർച്ചക്കാരിയായിരുന്നു എലിസബത്ത് എന്നതാണ് അതിനു കാരണം. അവർ തമ്മിൽ അമ്മയും മകളും എന്ന പോലെയുള്ള പ്രായവ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് പിറക്കാൻ പോകുന്ന പുത്രന്മാരിൽ ഒരുവൻ മുൻഗാമിയെന്നും മറ്റവൻ പിൻഗാമി എന്നും പിന്നീട് അറിയപ്പെടും. ഒരുവൻ വഴിയും മറ്റവൻ വഴി ഒരുക്കുന്നവനുമെന്ന് അവർ പിന്നീട് തങ്ങളെ തന്നെ വിശേഷിപ്പിക്കും. അവരെ സംബന്ധിച്ചും അവരുടെ അമ്മമാരുടെ പരസ്പര സന്ദർശനം കണ്ടുമുട്ടലിൻ്റെ അവസരമായി. മൂത്തവൻ ഇളയവൻ്റെ സാന്നിധ്യം അറിഞ്ഞ് അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സന്തോഷത്തിൽ കുതിച്ചു ചാടി. അമ്മമാരുടെ ഉദരങ്ങൾ ഇരുവർക്കും മറഞ്ഞിരിക്കുന്ന കൊച്ചു ഭവനങ്ങളായിരുന്നു. അവരുടെ ജീവിതം ഭവിച്ചു തുടങ്ങിയത് ആ ഭവനങ്ങളിലാണ്. നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത നിഗൂഢതയിൽ അവരുടെ ആത്മീയ കണ്ണുകൾ പരസ്പരം കണ്ടു. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഭാഷ പഠിക്കുവാൻ ഇനിയും സമയമാകാത്തവർ എങ്ങനെയാണ് അവരുടെ ഹൃദയവികാരങ്ങൾ പരസ്പരം പങ്കുവച്ചത്? നമുക്കും അത് അവാച്യമാണ്. ആത്മീയ ദർശനത്തിൽ അത് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് ധ്യാനത്തിലേക്ക് നമ്മൾ പിൻവാങ്ങണം. ആ സന്ധ്യാവേളയിലെ കണ്ടുമുട്ടലിൽ അങ്ങനെ 4 പേരാണ് പങ്കെടുത്തത്. യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്കാണ് മറിയം അതിരാവിലെ എഴുന്നേറ്റ് തിടുക്കത്തിൽ പോയത്. സന്ധ്യയായി കാണും അവൾ അവിടെ എത്തിയപ്പോൾ. കണ്ടുമുട്ടലിനു വേണ്ടിയുള്ള ഹൃദയത്തിൻ്റെ തിടുക്കവും ദൂരം താണ്ടാനുള്ള കാലുകളുടെ തിടുക്കവും ഒത്തുചേർന്നു. മുൻകൂട്ടി അറിയിച്ചിട്ടായിരിക്കേയില്ല മറിയം എലിസബത്തിനെ സന്ദർശിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. 3 മാസം എലിസബത്തിൻ്റെ അടുത്ത് താമസിക്കുവാൻ ഇറങ്ങിയ മറിയത്തിൻ്റെ പക്കൽ അവശ്യസാധനങ്ങളുടെ ഒരു ഭാണ്ഡവും ഉണ്ടായിരുന്നെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. ഒപ്പം അവളുടെ അമ്മായിക്കായി ചില സമ്മാനങ്ങളും. ദീർഘകാലം സ്വന്തം വീട്ടിൽ നിന്നും മാറി നിൽക്കുവാൻ മറിയത്തിൻ്റെ മാതാപിതാക്കൾ അവളെ അനുവദിച്ചെങ്കിൽ ആഴമായ കുടുംബബന്ധം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് അനുമാനിച്ചെടുക്കാം. എലിസബത്ത് 6 മാസം ഗർഭിണിയാണെന്ന് മാലാഖ മറിയത്തോട് പറഞ്ഞിരുന്നു. തത്തുല്യമായ ഒരു വെളിപാട് എലിസബത്തിനുമുണ്ടായി കാണണം. അതുകൊണ്ടല്ലേ അവൾ മറിയത്തെ കണ്ടുമുട്ടിയപ്പോൾ അത് വെളിപ്പെടുത്തുന്ന ഒരു അഭിവാദനം നടത്തിയത്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഈ വെളിപാട് അവർക്ക് കിട്ടിയത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നാണ്. എന്തായിരിക്കാം സുവിശേഷം പറയുന്ന ഈ നിറവ്? അത് അരൂപിയുടെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമല്ലേ? സ്വന്തമായത് ഒന്നിനും ഇടമില്ലാത്തിടത്താണ് പരിശുദ്ധമായ ശൂന്യതയിൽ ദൈവിക ചൈതന്യം വന്നു നിറയുന്നത്. അരൂപിയിലുള്ള ദർശനം ഭാവി കാലങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നു. അവയ്ക്കിടയിൽ ആത്മീയ ദർശനം ഒരു പാലം പണിയുന്നു, സമയത്തിൻ്റെ ഒഴുക്കിനു മീതെ. അതിനെയാണ് വെളിപാടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യ സ്ത്രീ തുടങ്ങി എല്ലാ സ്ത്രീകളെക്കാൾ മറിയം അനുഗ്രഹീതയാണെന്ന് എലിസബത്ത് പറയുന്നു. കാരണം അവൾ ദൈവമായ കർത്താവിനെയാണ് ഉള്ളിൽ വഹിക്കുന്നത്. ആ സാന്നിധ്യവും എലിസബത്ത് ദർശനത്തിലൂടെ തിരിച്ചറിഞ്ഞു. പ്രാർത്ഥന ധ്യാനമാകുന്നതിൻ്റെയും ധ്യാനം മുഖാമുഖ ദർശനമാകുന്നതിൻ്റെയും ഉദാഹരണമാണ് ഇരുവരിലും നമ്മൾ കാണുന്നത്. കൊന്ത ചെല്ലുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? എലിസബത്തിൻ്റെ വാക്കുകളെ നമ്മൾ ആവർത്തിക്കുമ്പോൾ മറിയത്തിൻ്റെ അഭിവാദനം എലിസബത്തിനോടൊപ്പം അവളിൽ വളർന്നുകൊണ്ടിരുന്ന ശിശുവും ഉടനടി തിരിച്ചറിഞ്ഞു. ഉന്മാദം വരെ എത്തി നിൽക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു പ്രവാഹമായിരുന്നു അത്. ദൈവിക തലത്തിലുള്ള ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് നടക്കുന്നത്. നിത്യതയുടെ ഒരു മിന്നൽ പിണറിൻ്റെ മിന്നിമറയലിൽ ആണ് അത് നടക്കുന്നത്. മറിയത്തെ എലിസബത്ത് ഭാഗ്യവതി എന്നാണ് വിളിച്ചത്. ദൈവനാമത്തിൽ അങ്ങനെയാണ് അവളെ പ്രശംസിച്ചത്. ഭാഗ്യം ആകസ്മികമായി കിട്ടുന്ന ഒന്നല്ല. ഒരു ഭാഗ്യക്കുറി കൊണ്ടുവരുന്ന ഭാഗ്യം പോലെയോ നിധി കണ്ടെത്തുന്നത് പോലെയോ അല്ല അത്.
ഇവിടെ ഭാഗ്യമെന്ന വാക്കിന് പിന്നിലുള്ളത് കവിഞ്ഞൊഴുകുന്ന ദൈവിക കരുണയാണ്. മറിയത്തിൻ്റെ പ്രത്യുത്തരം സങ്കീർത്തനത്തേക്കാൾ ഉത്തമമായ സ്തോത്രഗീതമായിരുന്നു. അതിൽ ഗാനാത്മകതയുടെ ഒഴുക്കുണ്ട്. കളകൾ ആരവത്തിൽ ഒഴുകുന്ന ഒരു പുഴ പോലെ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. മറിയം ആനന്ദം കവിഞ്ഞൊഴുകുന്നവളായി. നന്മ നിറഞ്ഞവൾ എന്ന മാലാഖായുടെ വാക്കുകളും അതുതന്നെയാണ് അർത്ഥമാക്കുന്നത്. തൻ്റെ എളിയ അവസ്ഥയെ ശക്തനായ ദൈവമാണ് പടുത്തുയർത്തിയത് എന്ന് അവൾ ഏറ്റുപറയുകയാണ്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ദൈവികമായ പരിശുദ്ധിയിലേക്കാണ് അവൾ ഉയർത്തപ്പെട്ടത് എന്ന് അവൾ ഏറ്റുപറയുകയാണ്. ഏറ്റവും ഉന്നതമായ ഉൾക്കാഴ്ചയാണ് ദൈവത്തെ പരിശുദ്ധനായി കാണുക എന്നത്. നമ്മുടെ പ്രാർത്ഥനാ നിമിഷങ്ങൾ എത്രമാത്രം ഏകാഗ്രമാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടുകയാണ് മറിയത്തിൻ്റെ ഈ വാക്കുകൾ. മറിയത്തിൻ്റെ സ്തോത്രഗീതം വേദപുസ്തകത്തിൽ ആകമാനമുള്ള ജീവസ്പന്ദനമാണ്. വേദപുസ്തകം സജീവവുമാണ്, ജീവനുള്ളതാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ്. ദൈവഹൃദയവും മനുഷ്യഹൃദയവും സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ വേദപുസ്തകം തന്നെ ജീവനുള്ളതാകുന്നു. അതാണ് നൂറ്റാണ്ടുകൾ കൊണ്ട് വിരചിതമായ വേദപുസ്തകത്തെ ജീവൻ്റെ പുസ്തകമാക്കുന്നത്. അതിലെവിടെയൊക്കെയോ നമ്മുടെ ജീവിതങ്ങളും സ്പന്ദിക്കുന്നുണ്ട്. മറിയം അതിൻ്റെ ഭാഗമായി തീർന്നതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളെയും അഭിലാഷങ്ങളെയും ഇത്ര ഭംഗിയായി ഒരു സങ്കീർത്തനം പോലെ അവൾ ആലപിച്ചത്. സ്തോത്രഗീതത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഒരു ജനതയുടെ ചരിത്രപരവും ചരിത്രാതീതവുമായ അനുഭവങ്ങളെ സ്വാംശീകരിച്ചിട്ടുണ്ട്. അവൾ പറയുകയാണ്, ദൈവത്തിൻ്റെ ദാസനായ ഇസ്രായേൽ ആ സംജ്ഞയിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. 2000 വർഷങ്ങൾ പിന്നിട്ടിട്ടും മറിയം നമ്മുടെയും ലോകം മുഴുവൻ്റെയും ഭാഗമായി നമ്മുടെ ഇടയിൽ അവളുടെ സാന്നിധ്യം കൊണ്ട് സന്നിഹിതയായിരിക്കുന്നത് ജീവിക്കുന്ന വേദപുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുകൂടിയാണ്. നമുക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അമ്മമാരുടെ ഉദരത്തിൽ വച്ച് തന്നെ ദൈവസാന്നിധ്യവും സന്ദർശനവും അനുഭവിച്ച് സന്തോഷത്തിൽ കുതിച്ചു ചാടുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. മാമോദീസായിലും മറ്റു കൂദാശകളുടെ സ്വീകരണത്തിലും അത് സംഭവിക്കുന്നുണ്ടോ? അവർ അപ്പോഴൊക്കെ ദൈവത്തെ കണ്ടുമുട്ടാറില്ലെങ്കിൽ അതിന് കാരണം അവരുടെ മാതാപിതാക്കളും നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മിൽ നന്മ നിറയുമ്പോഴാണ് ദൈവം നമ്മിലെ നിറസാന്നിധ്യമാകുന്നത്. നമ്മിലെ സാന്നിധ്യമാണ് നമ്മുടെ മക്കൾ തിരിച്ചറിയുന്നത്. നമ്മിൽ നിറയുന്ന സന്തോഷം സ്വർഗീയവും ദൈവികവുമായിരിക്കണം. അതിന് നമുക്കുള്ള പങ്കിനെ ഈ സുവിശേഷ ചിന്തകൾ അനുസ്മരിപ്പിക്കുന്നു. ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ കൂടുതൽ അടുത്തറിഞ്ഞ മറിയം പ്രാർത്ഥനയുടെയും ദൈവിക ദർശനത്തിൻ്റെയും ഉത്തമ മാതൃകയാണ്. മറിയത്തിലൂടെയല്ലാതെ ഈശോയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല എന്ന് ഈ വെളിപാട് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. നമ്മുടെ സ്വർഗീയ മാതാവിനോടൊപ്പം നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ സ്തോത്രഗീതം ആലപിക്കുവാനുള്ള പ്രേരണയാകട്ടെ മറിയത്തിൻ്റെ സ്തോത്രഗീതം. ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായി കാണുവാനുള്ള പ്രേരണയും നമ്മുടെ അമ്മയിൽ നിന്നും നമുക്ക് ലഭിക്കട്ടെ. ഏവർക്കും നോമ്പ് ദിവസങ്ങളുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ CST.